2026 കേന്ദ്ര ബജറ്റിൽ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന വിപ്ലവകരമായ പ്രഖ്യാപനം ഇന്നിപ്പോൾ നടത്തിയിട്ടുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബജറ്റിൽ രാജ്യത്തെ പ്രമുഖ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 7 പുതിയ ഹൈസ്പീഡ് റെയിൽവേ കോറിഡോറുകൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ കേരളത്തിന് ഈ പ്രഖ്യാപനത്തിൽ നിരാശയാണ് ബലം. അതേസമയം അയൽ സംസ്ഥാനമായ തമിഴ്നാടിന് 2 അതിവേഗ റെയിൽ പ്രഖ്യാപനമുണ്ട് എന്നത് ആശ്വാസകരമാണ്. യാത്രാ സമയം പകുതിയായി കുറയ്ക്കുക മാത്രമല്ല, മലിനീകരണം കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഒരു യാത്രാ സംവിധാനം ഒരുക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ഗ്രോത്ത് കണക്ടറുകൾ എന്നാണ് ഈ പുതിയ പാതകളെ ധനമന്ത്രി വിശേഷിപ്പിച്ചത്. അതായത് വെറും ഒരു ട്രെയിൻ പാത എന്നതിനപ്പുറം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ചാലക ശക്തികളായി ഇവ മാറും. പ്രഖ്യാപിക്കപ്പെട്ട 7 പാതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുംബൈ ടു പൂനെ, പൂനെ ടു ഹൈദരാബാദ്, ഹൈദരാബാദ് ടു ബാംഗ്ലൂർ, ഹൈദരാബാദ് ടു ചെന്നൈ, ചെന്നൈ ടു ബാംഗ്ലൂർ, ഡൽഹി ടു വാരണാസി, വാരണാസി ടു സിലിഗുരി. ഈ റൂട്ടുകളാണ് ഇപ്പോൾ മെയിനായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനങ്ങളെയും IT ഹബ്ബുകളെയും നിർമ്മാണ മേഖലകളെയും തമ്മിലാണ് ഈ പദ്ധതി ബന്ധിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രധാന മെട്രോ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈ സ്പീഡ് ക്വാഡ്രിലാറ്ററൽ രൂപീകരിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കൂടാതെ ഡൽഹി വാരണാസി സിലിഗുരി പാതയിലൂടെ വടക്കുകിഴക്കൻ ഇന്ത്യയിലേക്കും അതിവേഗ ട്രെയിൻ സൗകര്യം എത്തും. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടാണ് ഈ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഏകദേശം 12.2 ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ വിഹിതത്തിൽ ഒരു വലിയ ഭാഗം ഇത്തരം അത്യാധുനിക റെയിൽവേ പദ്ധതികൾക്കായി നീക്കിവെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ റെയിൽവേ യാത്ര അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ ഈ 7 കോറിഡോറുകൾ പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ പ്രധാന ബിസിനസ് നഗരങ്ങൾ തമ്മിലുള്ള ദൂരം മണിക്കൂറുകളായി ചുരുങ്ങും. ഇത് കൂടുതൽ നിക്ഷേപങ്ങൾ വരാനും പ്രാദേശിക വികസനം മെച്ചപ്പെടാനും സഹായിക്കും.